ഹായ് ഓൾ, വെൽക്കം ടു എജുബ്ലിറ്റ്സ് ലേണിംഗ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാറ്റഗറി 3 ഇംഗ്ലീഷിലെ ലിറ്ററേച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് സെഷനാണ്. അതായത് നമ്മൾ കാറ്റഗറി 3 ഇംഗ്ലീഷിലെ ഏതാണ് നോക്കാൻ പോകുന്നത്. ലിറ്ററേച്ചറിലെ 2025 ജൂണിൽ നടന്നിട്ടുള്ള എക്സാമിൻ്റെ ഡിസ്കഷൻസാണ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോകുന്നത്. സോ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം ഒരു പ്ലേയിൽ നിന്നാണ്. എന്താണ്? വോൾപോൺ ഈസ് എ ക്യാരക്ടർ ഇൻ എ പ്ലേ ബൈ ആരൊക്കെയാണ്? ഡോക്ടർ ജോൺസൺ, ബെൻ ജോൺസൺ, റിച്ചാർഡ് ഷെറിഡാൻ, ഓസ്കാർ വൈൽഡ്. അപ്പോൾ ഈ ബെൻ ജോൺസൻ്റെ നാടകമാണ് ഏത്? അതായത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്, ബെൻ ജോൺസൺ. ബെൻ ജോൺസൺ അറിയപ്പെട്ടത് എന്തിൻ്റെ പേരിലാണ്? ഈസ് നോൺ ഫോർ വാട്ട്? കോമഡി ഓഫ് കോമഡി ഓഫ് ഹ്യൂമേഴ്സ്. കോമഡി ഓഫ് ഹ്യൂമേഴ്സ്. എന്താണ് കോമഡി ഓഫ് ഹ്യൂമേഴ്സ്? കോമഡി ഓഫ് ഹ്യൂമേഴ്സ് എന്ന് വെച്ചാൽ നമ്മളെ മനുഷ്യൻ്റെ സ്വഭാവ സവിശേഷതകളെ, നമ്മളെ ക്യാരക്ടറിനെ കളിയാക്കുന്ന തരത്തിലുള്ള നാടകങ്ങളാണ് ആര് റിട്ടേൺ ചെയ്തിട്ടുള്ളത്? ബെൻ ജോൺസൺ. അപ്പോൾ ഇത് കോമഡി ഓഫ് ഹ്യൂമേഴ്സ് വിഭാഗത്തിൽ പെടുന്ന ഒരു നാടകമാണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ ബെൻ ജോൺസൺ. അപ്പോൾ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം അതാണ്. നെക്സ്റ്റ് നോക്കാം. ഹേർട്ട് ഓഫ് ഡാർക്ക്നെസ് ഈസ് എ വർക്ക് ബൈ. ഇത് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു വർക്കല്ലേ? പോസ്റ്റ് കൊളോണിയൽ നോവൽസിലൊക്കെ അറിയപ്പെടുന്ന ഒരു വർക്കാണെന്ത്? ഹേർട്ട് ഓഫ് ഡാർക്ക്നെസ്. അപ്പോൾ നമ്മൾ ഡിഗ്രിക്കും പി ജിക്കോ പഠിച്ചിട്ടുണ്ടാവും. ഇതിൻ്റെ ആൻസർ എന്താണ്? എല്ലാവർക്കും അറിയുന്നതല്ലേ? എന്താണ്? ജോസഫ് കോൺറാഡിൻ്റെ ആണെന്ത് ദ ഹേർട്ട് ഓഫ് ഡാർക്ക്നെസ്. നെക്സ്റ്റ് ചോദ്യം നോക്കാം. സോ നമുക്ക് നെക്സ്റ്റ് ചോദ്യം നോക്കാം. ദ ടേം ഫോർ ഹ്യൂമൻ വോയിസ് ബോക്സ് ഈസ്. എന്താണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? എന്താണ്? ഓപ്ഷൻ സി ആണ്. ലാർണിക്സ്. ലാർണിക്സ് എന്ന് വെച്ച സാധനമാണ് ദ ഓർഗൻ റെസ്പോൺസിബിൾ ഫോർ സൗണ്ട് പ്രൊഡക്ഷൻ. നമ്മൾ സൗണ്ട് ഉണ്ടാക്കുന്ന ഓർഗനാണ്, തൊണ്ടയിലുള്ള ഓർഗനാണ് ഇത്. നെക്സ്റ്റ് ചോദ്യം നോക്കാം. എന്താണ്? ദ റീസ്റ്റോറേഷൻ ഓഫ് മൊണാർക്കി ഇൻ ഇംഗ്ലണ്ട് ഇൻവോൾവ്ഡ് ഇൻ. ആരാണ് ഇംഗ്ലണ്ടിലെ മൊണാർക്കി റീസ്റ്റോറേഷന് സഹായിച്ച ആരാണ്? നെപ്പോളിയൻ ബോണപ്പാർട്ടാണോ, ഒലിവർ ക്രോംവെൽ ആണോ, ചാൾസ് 1, ചാൾസ് 2? ഇപ്പോൾ നമ്മൾ ഓപ്ഷൻസ് നോക്കിയാൽ നെപ്പോളിയൻ ബോണപ്പാർട്ടാണോ? അല്ല. എന്തുകൊണ്ട്? അയാൾ ഫ്രഞ്ചുകാരനായിരുന്നു, അപ്പോൾ അയാളല്ല. പിന്നെ രണ്ടാമത്തെ ഒലിവർ ക്രോംവെൽ, അദ്ദേഹമാണോ? അദ്ദേഹം അല്ല, ഉറപ്പായിട്ടും അദ്ദേഹമല്ല. അതുപോലെ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ചാൾസ് 1 ആണ്, 2 ആണ്? ചാൾസ് 2 ആണ്. അതായത് ചാൾസ് 2നെ എന്താക്കി മൊണാർക്കിയിലേക്ക്, അതായത് രാജഭരണത്തിലേക്ക് ബ്രിട്ടീഷുകാർ തിരിച്ചു വിളിച്ചതാണ് 1660കളിൽ. അതായത് അവിടെയുള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒലിവർ ക്രോംവെലിൻ്റെ നേരത്തുള്ള ഭരണത്തിൽ ആൾക്കാർക്ക് വിശ്വാസം നഷ്ടപ്പെട്ടപ്പോൾ ഇദ്ദേഹം തന്നെ മൊണാർക്കി രാജഭരണത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. സോ നെക്സ്റ്റ് ചോദ്യമാണെന്ത്? ഐഡൻറ്റിഫൈ ദ പോയറ്റ് ഓഫ് ദി ലൈൻസ്. ദ മ്യൂസിക് ഇൻ മൈ ഹാർട്ട് ഐ ബോർ ലോങ് ആഫ്റ്റർ ഇറ്റ് വാസ് ഹിയർഡ് നോ മോർ. അപ്പോൾ ഇത് ഏത് കവിതയിലെ വരികളാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഷെല്ലിയാണോ, റോബർട്ട് ബ്രൗണിംഗ് ആണോ, വേർഡ്സ്വർത്ത് ആണോ, കോൾറിഡ്ജ് ആണോ? അപ്പോൾ ആൻസറായിട്ട് വരുന്നത് വേർഡ്സ്വർത്ത് ആണ്. വേർഡ്സ്വർത്തിൻ്റെ ഏത് കവിതയാണ് വരുന്നത്? ദ സോളിറ്ററി റീപ്പർ. ദ സോളിറ്ററി റീപ്പർ. ദ സോളിറ്ററി റീപ്പർ എന്ന് വെച്ചിട്ടുള്ള നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളതായിരിക്കും. വേർഡ്സ്വർത്തിൻ്റെ മനോഹരമായിട്ടുള്ള കവിതയാണ്. ഇതിൽ നിന്നാണ് ഈ ലൈൻസ് എടുത്തിട്ടുള്ളത്. സോ നെക്സ്റ്റ് ചോദ്യം നോക്കാം. എന്താണ്? വിച്ച് വർക്ക് ബിലോങ്സ് ടു ദി സെയിം ജാനർ ആസ് ഉട്ടോപ്പിയ ആൻഡ് ആനിമൽ ഫാം. അപ്പോൾ ഈ ആനിമൽ ഫാമും ഉട്ടോപ്പിയ എന്ത് തരത്തിലുള്ള നോവലാണ്? ഡെസ്റ്റോപ്പിയൻ നോവലാണ്. അപ്പോൾ എന്ത് നോവലാണ്? ഡെസ്റ്റോപ്പിയൻ. അപ്പോൾ ഡെസ്റ്റോപ്പിയൻ നോവലിൻ്റെ പ്രത്യേകത എന്താണ്? അതായത് ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് അതോറിറ്റേറ്റീവ് ഗവൺമെൻറ്റ്സ് അതുപോലെ ഉള്ള സംഗതികളാണ് ഈ രണ്ട് നോവലും. ആനിമൽ ഫാമിൽ നമ്മൾക്ക് ഒരു ഡെസ്റ്റോപ്പിയൻ ഗവൺമെൻറ്റിനെ കാണാം. അതായത് നമ്മൾ നോർമലായിട്ട് എല്ലാവരെയും അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഭരണഘടനകളും കാര്യങ്ങളും വരുന്നതാണ്. അതുതന്നെയാണ് ഉട്ടോപ്പിയയിലും. ഒരു യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളല്ലേ അതിൽ കാട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഏതാണ്? എർവിയോൺ. ഓപ്ഷൻ ഡി ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. അത് ഒരു ഡിസ്റ്റോപ്പിയൻ നോവലാണ്. നെക്സ്റ്റ്, ഹൂ ഈസ് ദ ഓതർ ഓഫ് എ വിൻഡിക്കേഷൻ ഫോർ ദി റൈറ്റ്സ് ഓഫ് വിമൺ. ആരാണ്? നമുക്കെല്ലാവർക്കും അറിയാം ആരാണ്? മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ഹൂ വാസ് ദ ലീഡർ ഓഫ് ദി നോർമൻ കോൺക്വസ്റ്റ് നടന്നിട്ടുള്ളത് എന്നാണ്? 1066. 1066 നടന്നിട്ടുള്ളത്? നോർമൻ കോൺക്വസ്റ്റ് നടന്നിട്ടുള്ളത്. അത് ഇംഗ്ലണ്ടിൽ എന്താണ് മാറ്റം വരുത്തിയത്? അത് ഇംഗ്ലണ്ടിൽ ഫ്രഞ്ച്
ഫ്രഞ്ചുകാരെ ആഗമനത്തിന് കാരണമായിട്ടുള്ള, അവരെ വരവിന് കാരണമായിട്ടുള്ള. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്ന ഏതാണ്? വില്യം ദ കോൺഗറർ, കിങ് ഹാരോൾഡ്, കിങ് ജെയിംസ്, ജോർജ് ഗാസ്ക്യോൺ. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ളതിൽ വില്യം ദ കോൺഗററാണ്. ഉറപ്പായിട്ട് വില്യം ദ കോൺഗററാണ്. 1066 എന്ത് വന്നിട്ടുള്ളത്? ഇദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് വന്ന് അവിടെ ഭരണം സ്ഥാപിച്ചിട്ടുള്ളത്. നെക്സ്റ്റ്, വിച്ച് പോയിന്റ് ഈസ് നോൺ ഫോർ റൈറ്റിംഗ് ബർത്ത്ഡേ പോയംസ്? അപ്പോൾ ബർത്ത്ഡേ പോയംസ് എന്നുള്ള പേരിൽ ഫേമസ് ആയിട്ടുള്ള പോയറ്റ്സ് ആരൊക്കെയാണ്? രവീന്ദ്രനാഥ് ടാഗോർ, സരോജിനി നായിഡു, ഡിലൻ തോമസ് അല്ലെങ്കിൽ R.S. തോമസ്. അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ഡിലൻ തോമസ് ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് നോക്കാം. മൈ മിസ്ട്രസ് ഐസ് ആർ നത്തിങ് ലൈക്ക് ദ സൺ ഈസ് ദ ഫസ്റ്റ് ലൈൻ ഓഫ് വിച്ച് ടൈപ്പ് ഓഫ് പോയം? ഏത് തരത്തിലുള്ള പോയത്തിലുള്ള ആദ്യത്തെ ലൈനാണെന്നുള്ളത്? സോണറ്റാണ്, എലജിയാണോ, ഡ്രമാറ്റിക് മോണലോഗാണോ, ഓടാണോ? ഇതിന് ആൻസറായിട്ട് വരുന്നത് സോണറ്റാണ്. ഇത് ആരെ സോണറ്റാണ്? ഷേക്സ്പിയർ 130 സോണറ്റിലാണ് ഇങ്ങനെയുള്ള ലൈന് വന്നിട്ടുള്ളത്. സോ നെക്സ്റ്റ് ചോദ്യം നോക്കാം. ഇതൊരു ഇന്ത്യൻ ലിറ്ററേച്ചറിന് ബന്ധപ്പെട്ടുള്ള ചോദ്യമാണെന്ത്? ഹൂ ഈസ് ദ ഓതർ ഓഫ് ദി നോവൽ സനാതൻ എന്ന് വെച്ചുള്ള നോവലിൻ്റെ ഓതർ ആരാണ്? ഗീതാഞ്ജലി. ഇതിന് ആൻസറായിട്ട് വരുന്നത് നമുക്കറിയാം. സോ നെക്സ്റ്റ് ചോദ്യം നോക്കുന്നത് ഹൂ ഈസ് ദ ഓതർ ഓഫ് ദി നോവൽ സനാതൻ? ഏതൊക്കെയാണ്? ഗീതാഞ്ജലി ശ്രീ, പെരുമാൾ മുരുകൻ, S. ഹരീഷ്, ശരൺകുമാർ ലിംബാലെ. അപ്പോൾ അതിൻ്റെ ആൻസറായിട്ട് വരുന്നത് ശരൺകുമാർ ലിംബാലയാണ് ഇത് നോവൽ എഴുതിയ സനാതൻ എന്ന് വെച്ചുള്ള നോവൽ എഴുതി. ഫുൾ മെനി എ ഫ്ലവർ ഈസ് ബോൺ ടു ബ്ലഷ് അൺസീൻ ആർ ലൈൻസ് ബൈ വിച്ച് പോയറ്റ്? ഏത് പോയറ്റിൻ്റെ ലൈൻസാണ്? ആരുടേതാണ്? തോമസ് ഗ്രേയുടേതാണ്. എന്താരാണ്? തോമസ് ഗ്രേയുടെ ഏത് നോവലിൽ നിന്നുള്ള വരികളാണിത്? ഫ്രം ആൻ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. അതായത് ഫ്രം ആൻ എലജിയിൽ നിന്നുള്ളതാണ്. ഫ്രം ആൻ എലജി റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡിനെ കുറിച്ചുള്ളതാണ് ഇതിൽ പറയുന്നത്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യന്മാരുടെ ജീവിതത്തെക്കുറിച്ച് പറയുന്ന വർക്കാണെന്ത്? റിട്ടൺ ഇൻ എ കൺട്രി ചർച്ച്യാർഡ്. നെക്സ്റ്റ് നോക്കാം. ഹൂ ഈസ് ദ ഫേമസ് ട്രാൻസ്ലേറ്റർ ഓഫ് ബൈബിൾ മെൻഷൻഡ് ഇൻ ദ കോണ്ടെക്സ്റ്റ്? നമ്മൾ PGO പഠിച്ചിട്ടുണ്ടാവും. ആരാണിത്? കിങ് ജെയിംസ് ആണോ, റോജർ എഷ്കാം ആണോ, ജോർജ് ആണോ, അല്ലെങ്കിൽ വില്യം ടിൻഡാലാണോ? വില്യം ടിൻഡാലാണെന്ത്? നമ്മളെ ബൈബിൾ ട്രാൻസ്ലേഷന് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വർക്ക്. അതായത് അയാളാണ് ഹിബ്രു അല്ലെങ്കിൽ ഗ്രീക്ക് ലാംഗ്വേജസിൽ നിന്ന് എന്തിലേക്ക് ബൈബിൾ ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ആദ്യമായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള ആളാണ് വില്യം ടിൻഡാൽ. സോ നെക്സ്റ്റ് നോക്കാം. ഇൻ ദ ടൈറ്റിൽ ജോൺ മിൽട്ടൺസ് വർക്ക് സാംസൺ അഗനസ്റ്റസ്, വാട്ട് ഡസ് അഗനസ്റ്റസ് മീൻ? ഇത് നമ്മളെ മിൽട്ടൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ള വർക്കാണെന്ത്? സാംസൺ അഗസ്റ്റസ്. അപ്പോൾ ഇതിലെന്താണ്? ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് എന്താണ്? ഇൻ എ കോമ്പാറ്റ് റെസ്ലർ ചാമ്പ്യൻ ഫൈറ്റർ. അപ്പോൾ അഗനസ്റ്റസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു റെസ്ലർ എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നെക്സ്റ്റ് ചോദ്യം നോക്കുക. ഹൂ എമംഗ് ദ ഫോളോയിങ് ഈസ് എ പ്രൊമിനൻറ്റ് വാർ പോയറ്റ് ഓഫ് ദി ഫസ്റ്റ് വേൾഡ് വാർ? അപ്പോൾ ആദ്യത്തെ വേൾഡ് വാർ ഫസ്റ്റിലെ ഒരു പ്രൊമിനൻ്റ് ആയിട്ടുള്ള വാർ പോയറ്റ് ആരാണ്? വിൻസൺ ചർച്ചിലാണോ, ജൂലിയൻ ബാൺസ് ആണോ, വിൽഫ്രഡ് ഓവൻ സോൾബെലോ? അപ്പോൾ വിൻസൺ ചർച്ചിലായിരിക്കുമല്ലോ ഉറപ്പായിട്ട്, അയാൾ അവിടുത്തെ പ്രധാനമന്ത്രിയാണ്. സോ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് നമുക്കറിയാം ആരാണ്? വിൽഫ്രഡ് ഓവൻ ആണ് ഫേമസ് ആയിട്ടുള്ള വാർ പോയറ്റ്. സോ നെക്സ്റ്റ് ചോദ്യം നോക്കുക. എന്താണ്? സ്ട്രോങ് സൺ ഓഫ് ഗോഡ് ഇമ്മോർട്ടൽ ലവ് ഈസ് ദ ബിഗിനിങ് ഓഫ് വിച്ച് വർക്ക്? ഇതിൻ്റെ ആൻസർ ഏതാണ്? വിൻഹോവർ ആണോ, മെമ്മോറിയം ആണോ, ലിസിഡസ് ആണോ, അഡോണിയസ് ആണ്? ഇതിൻ്റെ ആൻസറാണ് ഇൻ മെമ്മോറിയം. സോ നെക്സ്റ്റ് ചോദ്യം നോക്കാം. ദ വേ ഓഫ് ദി വേൾഡ് ഈസ് എ വർക്ക് ബൈ? ആരുടെ വർക്കാണ് ദ വേ ഓഫ് ദി വേൾഡ്? ദ വേ ഓഫ് ദി വേൾഡ് ഈസ് എ വർക്ക് ബൈ ആരാണ്? വില്യം കോൺഗ്രേവിൻ്റെ വർക്കാണ് ദ വേ ഓഫ് ദി വേൾഡ്. നെക്സ്റ്റ്, മിത്തോളജീസ് ഈസ് എ വർക്ക് ഓഫ് വിച്ച് ക്രിട്ടിക്? ഏത് ക്രിട്ടിക്കിൻ്റെ വർക്കാണ് മിത്തോളജീസ്? ആരുടേതാണ്? റൊളാൻഡ് ബാർത്ത്സിൻ്റെ ആണ് ഇത്. റൊളാൻഡ് ബാർത്ത്സിൻ്റെ ഒരു ക്രിട്ടിക്കൽ വർക്കാണ് ഇത് മിത്തോളജീസ്. നെക്സ്റ്റ് Ebenezer Scrooge is a character in which work? A Christmas Carol, Lyrical Ballads, Lord Jim, Lady Chatterley's Lover. സോ അതിൻ്റെ ആൻസറായിട്ട് വരുന്നതാണ് എ ക്രിസ്മസ് കരോൾ. എന്താണ്? ക്രിസ്മസ് കരോളാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ചോദ്യം നോക്കാം. എന്താണ്? വേർ ആർ ദ സോങ്സ് ഓഫ് സ്പ്രിംഗ് വേർ ആർ ദ ലൈൻസ് ബൈ? ആരുടേതാണ്? അലക്സാണ്ടർ പോപ്പ്, റോബർട്ട് സദേ,
ജോൺ കീറ്റ്സ് ആൻഡ് എമിലി ഡിക്കൻസൺ. ഇത് ജോൺ കീറ്റ്സിൻ്റെ ടു ഓട്ടം എന്നുള്ള കവിതയിലെ വരികളാണ് ഇത്. സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ലിറ്ററേച്ചറിൻ്റെ ടോപ്പിക്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം.